ഹായ്, ഞാൻ സ്നേഹ. SL ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകളിൽ നല്ലവരാരാണ്, അതല്ലെങ്കിൽ മോശം സ്വഭാവമുള്ള കള്ളത്തരം പറയുന്ന ആളുകൾ ആരൊക്കെയാണ്, ഇത് നമുക്ക് മനസ്സിലാക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്കുള്ളൊരു കാര്യമാണ്. അതായത് നമുക്ക് ആരെയും പെട്ടെന്ന് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റാറില്ല. വളരെ കുറച്ച് ആളുകളെ മാത്രമാണ് അവരുടെ റിയൽ ക്യാരക്ടർ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. അല്ലാത്തവർ നമ്മൾ എത്ര ശ്രമിച്ചാലും അതിന് പറ്റാറില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടതും അല്ലെങ്കിൽ ഏറ്റവും അധികം മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം എങ്ങനെയാണെന്നുള്ളതാണ്. കാരണം നമ്മൾ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും പലരോടും തുറന്നു പറയാറുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ആരെങ്കിലും ഒക്കെ ഒന്ന് കൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ, പറയാനൊരാൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അവര് സത്യത്തിൽ നല്ല ആളുകളാണോ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളാണോ, ഇതൊന്നും നമുക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സത്യസന്ധരായ ആളുകളെയും കള്ളം പറയുന്ന ആളുകളൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. സോ അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റുകയും ചെയ്യും. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. ഇപ്പം സത്യസന്ധരായിട്ടുള്ള ആളുകൾ, കുറച്ച് ജെന്യുവൻ ആയിട്ടുള്ള ആളുകൾ എങ്ങനെയായിരിക്കും, അവരുടെ സ്വഭാവം എങ്ങനെയായിരിക്കും, പെരുമാറ്റം എങ്ങനെയായിരിക്കും, അത് നോക്കിക്കൊണ്ട് നമുക്കറിയാൻ പറ്റും ഇവർ നല്ലതാണോ, ഇവരുടെ അടുത്തെല്ലാം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ, ഇവരെ വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ. അപ്പൊ എന്തൊക്കെയാണ് ആ സൈനുകൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നതും ചെയ്യുന്നതും തമ്മിൽ ഒരു പൊരുത്തം എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇപ്പൊ കുറെ ആളുകളെ നമ്മൾ കാണാറുണ്ട്, ഇവര് സംസാരിക്കുന്ന സമയത്ത് ഭയങ്കര നല്ല ആളുകളായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇവർ നമ്മളടുത്ത് പറയുന്നുണ്ടായിരിക്കും, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്തു തരാം, അതെന്താ ഞാനുണ്ടല്ലോ, നീ എന്തിനും എന്നെ പേടിക്കണം, ഇങ്ങനെയൊക്കെ അവർ സംസാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് കൂട്ടിന് ആളുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കൂടെ നിൽക്കാൻ ആളുണ്ട്, ചെയ്തു തരാൻ ആളുണ്ട് എന്നുള്ളത്. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവരെ പരിസരത്ത് പോലും കാണില്ല. അതായത് അവർ പറയുന്നതും അതുപോലെ അവരുടെ പ്രവൃത്തിയും രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പൊ ഇവരെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഇരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇരിപ്പേ കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ആളുകളുണ്ട്. ഇവർ പറയുന്ന ഒന്നും ചിലപ്പോൾ പാലിക്കണം എന്നില്ല. നമുക്കൊരു വാക്കൊക്കെ തരുമായിരിക്കും, ഇത് ഞാൻ ഇന്ന ദിവസം കംപ്ലീറ്റ് ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ ഏറ്റെടുക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അവരെ ചെയ്തു തരില്ല. ആ ദിവസം അവരെ നമുക്ക് കാണാൻ പോലും കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ നമുക്ക് അവരെ വിശ്വസിക്കാൻ പറ്റില്ല. അവർ ജെനുവൻ അല്ല എന്നർത്ഥം. പക്ഷേ വളരെ ജെനുവൻ ആയിട്ടുള്ള സത്യസന്ധതയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന കാര്യം അത് അവർ പാലിച്ചിരിക്കും. അവരുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു പൊരുത്തം എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ സൈൻ എന്താണെന്നുള്ളത് അറിയോ? ഇവർക്ക് തെറ്റ് പറ്റി കഴിഞ്ഞാൽ അവരത് അക്സെപ്റ്റ് ചെയ്യും. അതേസമയം അവർ ക്ഷമയും ചോദിക്കും. ഇപ്പോൾ അവർക്ക് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ നിങ്ങളടുത്ത് വന്നിട്ട് പറയും, യെസ് ഞാൻ ചെയ്തത് തെറ്റാണ്, സോറി എന്നുള്ള കാര്യം. നേരെ മറിച്ച് ജെന്യുവൻ അല്ലാത്ത, കുറച്ച് സെൽഫിഷ് ആയിട്ടുള്ള, അവരുടെ കാര്യത്തിന് കുറച്ച് മുൻതൂക്കം കൊടുക്കുന്ന അങ്ങനെ ഒരാളാണെന്നുണ്ടെങ്കിലോ, അങ്ങനെ നമ്മുടെ അടുത്ത് വന്നിട്ട് ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എന്തൊക്കെ തെളിവ് നിരത്തി കഴിഞ്ഞാലും അവർ പറഞ്ഞത് തെറ്റായിട്ട് അവർ സമ്മതിക്കില്ല എന്നുള്ളതാണ്. ക്ഷമയും ചോദിക്കില്ല. ആ തെറ്റ് മുഴുവൻ അല്ലെങ്കിൽ കുറ്റം മുഴുവൻ നമ്മുടെ മേലിടാനാണ് അവർ ശ്രമിക്കുന്നുണ്ടാവുക. പക്ഷെ ജെന്യുവൻ ആയിട്ടുള്ള ആളുകൾ അങ്ങനെയല്ല. തെറ്റ് പറ്റിയാൽ അത് അക്സെപ്റ്റ് ചെയ്യാനും ക്ഷമ ചോദിക്കാനും മനസ്സുള്ള ആളുകളായിരിക്കും. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരിപ്പോൾ അഭിനയിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഇംപ്രസ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഒന്നും ഇവർ ചെയ്യില്ല എന്നുള്ളതാണ്. അവരായിട്ട് തന്നെ നിൽക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഇവരുടെ റിയൽ ആയിട്ടുള്ള ക്യാരക്ടർ അതെന്തായാലും അത് വിട്ടൊരു കളിയില്ല. ഇപ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ചുറ്റും ആളുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ വളരെ ജെന്യുവൻ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവരെ ഇംപ്രസ് ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു ചിന്തയൊന്നും ഉണ്ടാവില്ല. അപ്പം നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഫംഗ്ഷന് പോകുമ്പോഴും അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നാലാൾ കൂടെ നടത്ത് അത്യാവശ്യം നല്ല രീതിയിൽ പോവുക എന്നുള്ളതാണ്. നല്ല ഡ്രസ്സ് ഇട്ടിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ പോവുക. അങ്ങനെ നമ്മൾ വിചാരിക്കാറുണ്ട്. അതൊരിക്കലും ഒരു കുറ്റമൊന്നുമല്ല. അത് നമ്മളുടെ ആവശ്യവും ആഗ്രഹമൊക്കെ, അതൊരിക്കലും തെറ്റല്ല. പക്ഷേ മറ്റുള്ള ആളുകളെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ഇങ്ങനെ കാണിക്കുമല്ലോ, അവരുടെ മുമ്പിൽ കൂടെ നടക്കുക, അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര നല്ലവരായിട്ട് അഭിനയിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെയൊന്നും ശരിക്കും വളരെ സത്യസന്ധരായിട്ടുള്ള ആളുകൾ, വളരെ സത്യസന്ധരെന്ന് പറയുമ്പോഴേ ഒരിക്കലും കള്ളമൊന്നും പറയാത്ത, എപ്പോഴും നന്മ മാത്രം ചെയ്യുന്ന അങ്ങനെയുള്ള ആളുകളൊന്നും അല്ല കേട്ടോ. അങ്ങനെയുള്ള ആളുകളെ നമുക്കൊന്ന് കണ്ടുപിടിക്കാൻ തന്നെ പറ്റില്ല. പക്ഷേ ജീവിതത്തിൽ അത്യാവശ്യം നീതി പുലർത്തുന്ന, ഇപ്പോൾ നമുക്കൊന്ന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളുണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ആളുകൾ, അവരെ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ആരെയും ഇംപ്രസ് ചെയ്യിപ്പിക്കാനൊന്നും അവർ നോക്കുന്നുണ്ടായിരിക്കില്ല. ഇവരുടെ സ്വഭാവം എപ്പോഴും ഒരുപോലെ ആയിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ അവർ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ നാലാൾ കൂടെ നടത്തുമൊക്കെ ഒരേ രീതിയിൽ തന്നെയായിരിക്കും അവരുടെ പെരുമാറ്റവും എല്ലാം. ഡിഫറെൻ്റ് ആയിരിക്കില്ല. ഇപ്പം അവർ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഇരിക്കുമ്പോഴും 4-5 ഫ്രണ്ട്സ് ഉള്ളപ്പോഴും എപ്പോഴും ഒരേ രീതിയിലായിരിക്കും അവരുടെ പെരുമാറ്റ രീതി എന്ന് പറയുന്നത്. നാലാമത്തെ ഒരു കാര്യം,
ഇവര് ഇപ്പോ എന്തെങ്കിലുമൊക്കെ വാഗ്ദാനങ്ങൾ ആർക്കെങ്കിലും കൊടുത്തു എന്നുണ്ടെങ്കിൽ അത് മാക്സിമം പാലിക്കാൻ ശ്രമിക്കും. അധികവും ഇവര് ആർക്കും അങ്ങനെ വാക്ക് കൊടുക്കില്ല. കാരണം ഇവർക്ക് പേടിയാണ് ഇനിയിപ്പോൾ വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ലേ എന്നുള്ളത്. കാരണം കൊടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യണം, അതവർക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ വാക്ക് കൊടുക്കാൻ കുറച്ച് പ്രയാസമാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് മാക്സിമം പാലിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. കുറെ ആളുകളുണ്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരിപ്പോ മറ്റുള്ളവരോട് പറയുന്നുണ്ടായിരിക്കും ഞാൻ ചെയ്തു തരാം എന്ന് പറയണ്ടാവും, ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ. പക്ഷെ ഇവർ ചെയ്ത് കൊടുക്കില്ല. അതായത് ചെയ്തു തരാന്ന് പറയുമ്പോൾ നമുക്ക് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ സ്നേഹവും വിശ്വാസവും ഒക്കെ കിട്ടുക ചെയ്യാം. അപ്പൊ അത് നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. പക്ഷെ ആ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത്, ചെയ്ത് കൊടുക്കേണ്ട സിറ്റുവേഷൻ വരുന്ന സമയത്ത് അത് ചെയ്ത് കൊടുക്കൂല. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് നമ്മുടെ അടുത്തുള്ള ഒരു വിശ്വാസമൊക്കെ കൂടുതലായിട്ട് പോവുകയാണ് ചെയ്യാം. പക്ഷെ ഇവിടെ വളരെ ജെന്യൂൻ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവരെ കൊടുത്ത വാക്ക് പാലിക്കണം എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. സോ അതുകൊണ്ട് തന്നെ വാക്ക് കൊടുക്കുന്നത് റെയറായിട്ടായിരിക്കും, വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ പാലിക്കുകയും ചെയ്യും. അതായത് പാലിക്കാൻ പറ്റുന്ന വാക്കുകളെ കൊടുക്കാറുള്ളൂ എന്നുള്ളതാണ്. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഇവരൊരിക്കലും ഇവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് മറ്റുള്ള ആളുകളെ യൂസ് ചെയ്യുന്നവരല്ല. അതായത് ഇവർക്കിപ്പോ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യം കിട്ടണമെന്ന് വിചാരിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് പക്ഷെ മറ്റാർക്കെങ്കിലും ഒരു വേദന ഉണ്ടാകും എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവരാരും സന്തോഷം വേണ്ടാന്ന് വെക്കാൻ പോലും മനസ്സുള്ളവരായിരിക്കും. ഒരിക്കലും മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ട് തനിക്ക് നേട്ടങ്ങൾ കിട്ടണം എന്നുള്ളത് ഇവർ ആഗ്രഹിക്കാറുണ്ടാവില്ല. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഗോസിപ്പുകളും അങ്ങനെ, അതായത് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ കുറിച്ച് ഓരോരോ ആളുകൾ പറഞ്ഞെടുക്കാറുണ്ട്. പക്ഷെ വളരെ ജെന്യൂൻ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അത് കേൾക്കാൻ നിൽക്കുകയോ അല്ലെങ്കിൽ അതിന്റെ കൂടെ ചേർന്ന് മറ്റുള്ളവരെ പരിഹസിക്കുകയോ കളിയാക്കുകയോ ഒന്നും അവർ ചെയ്യില്ല എന്നുള്ളതാണ്. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യണം എന്നുള്ളത് ഇവർ വിചാരിക്കുന്നുണ്ടാവില്ല. അതേപോലെ തന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് സത്യമായിരിക്കും പറയുന്നുണ്ടാവുക. ഇപ്പൊ നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളതാണെങ്കിലും ഇല്ലാത്തതാണെന്നുണ്ടെങ്കിലും സത്യമായിട്ടുള്ള കാര്യം എന്താണ് അതവർ തുറന്നു പറയും. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു പുതിയൊരു ഡ്രസ്സ് വാങ്ങിയിട്ടിട്ടു എന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ അവരോട് ചോദിക്കുകയാണ് ഈ ഡ്രസ്സ് കൊള്ളാമോ, രസമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആ ഡ്രസ്സ് വലിയ രീതിയിൽ നിങ്ങൾക്ക് മാച്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആൾ ഓപ്പണായിട്ട് പറയും കുഴപ്പമില്ല, പക്ഷെ നിനക്ക് വല്ലാണ്ട് അത് മാച്ച് ചെയ്യുന്നില്ല, നിനക്ക് വേറൊരു മോഡൽ ഡ്രസ്സ് ഉണ്ടല്ലോ അതാണ് കുറച്ചുകൂടി രസം ഉണ്ടാവാം എന്നവർ പറയും. അപ്പൊ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചത് നല്ല ഭംഗിയുണ്ടെന്നുള്ളതായിരിക്കും, പക്ഷെ അവർക്ക് തോന്നിയിട്ടുള്ളത് വലിയ രീതിയിൽ നിങ്ങൾക്ക് മാച്ച് ഇല്ല എന്നുള്ളതായിരിക്കും. അത് അവർ ഓപ്പണായിട്ട് പറയും എന്നുള്ളതാണ്. അപ്പൊ അത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതാണോ വിഷമിപ്പിക്കുന്നതാണോ എന്നുള്ളതല്ല, ചോദിച്ചതിന് സത്യസന്ധമായ മറുപടി അതായിരിക്കും എപ്പോഴും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് സാധാരണ ജെന്യൂൻ ആയിട്ടുള്ള ആളുകളിൽ നമ്മൾ കാണാറുള്ളത്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഒരാളെ ഒറ്റയടിക്ക് കാണുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നല്ല, പതിയെ പതിയെ ഓരോ സിറ്റുവേഷനിലൂടെ നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പെട്ടെന്ന് ഒരാളെ മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ നമുക്കത് നടക്കില്ല എന്നുള്ളത് മനസ്സിലാക്കാം. എന്നാലും ചെറിയ രീതിയിലൊന്ന് സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് ചെറിയൊരു ഐഡിയ ഒക്കെ കിട്ടും. ചില ആളുകളെ നമുക്ക് തീരെ മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ കുറച്ച് നിങ്ങളൊന്ന് രണ്ടുപേരും, അതായത് നിങ്ങൾ ആ ഒരു പേഴ്സണിൻ്റെ അടുത്ത് കുറച്ച് നാളുകൾ സംസാരിച്ച് കഴിയുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഓരോ സിറ്റുവേഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ ഒരു സത്യാവസ്ഥ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു 3 മാസത്തിൽ കൂടുതൽ ആർക്കും അവരുടെ റിയൽ ആയിട്ടുള്ള സ്വഭാവം മറച്ചു പിടിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സൈക്കോളജി പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ എന്തായാലും നിങ്ങൾക്ക് അവരുടെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ജെന്യൂൻ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവരിങ്ങനെ ആയിരിക്കും. അപ്പൊ അതിലൂടെ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ജെന്യൂൻ ആണെന്ന് തോന്നുന്ന ആളുകളുടെ അടുത്ത് മാത്രം അത്യാവശ്യം നന്നായി കൂട്ടുകൂടാ. പിന്നെ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ തുറന്നു പറയുന്നുണ്ടെങ്കിൽ അത് കുറച്ച് സത്യസന്ധരായിട്ടുള്ള ആളുകളോട് പറഞ്ഞാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അങ്ങനെ അല്ലാത്തവർ അത് മിസ്യൂസ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ ചുറ്റുമുള്ളവരെയൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ഒന്ന് മറക്കാതിരിക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലം ഓൾറെഡി വന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം അല്ലെങ്കിൽ കരിയറിലായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നിട്ട് ടോട്ടൽ നിങ്ങൾക്ക് ഇപ്പോൾ ഭയങ്കര ടെൻഷൻ, ഡിപ്രഷൻ, അതേപോലെ തന്നെ ഓവർ തിങ്കിങ് വരുന്നുണ്ട്, ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കോൺഫിഡൻസ് കിട്ടുന്നില്ല, അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പം അതൊക്കെ നമുക്ക് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ട്, അതൊക്കെ മാറ്റണം, ഓക്കെ ആക്കണം, അതിനുള്ള സൊല്യൂഷൻ വേണം എന്നൊക്കെ തോന്നുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്